ഇപ്പൊ കണ്ട നല്ല ബ്രൗൺ ആയില്ലേ, ഇതുപോലെ നല്ല കളർ വരണം. ഗുഡ് മോർണിംഗ് ഇരിഞ്ഞാലക്കുട മോർണിംഗ് കോണിയടി വിത്ത് ടീം ബൂം ബാങ്. നീ തേങ്ങണേ അപ്പൊ പുറത്തിരുന്ന് കളിക്കാൻ പാടില്ലായിരുന്നാ? നമുക്കിതില് ഈ സാമ്പിൾ ഉണ്ടെങ്കിൽ സാമ്പിളൊക്കെ ചേർക്കാട്ടാ, അവരുടെ സോസ് ഇല്ലേ. ഞങ്ങൾക്കൊരു കുരങ്ങന്റെ കുട്ടിയുണ്ട് ഇവിടെ. വെളിച്ചമുണ്ട്, തണുപ്പ് ഉണ്ട്. നമ്മുടെ ഇത്തവണത്തെ ഓണത്തിന്റെ സ്പെഷ്യൽ ഡാൻസ് ഉണ്ട് കൈസ്. പുറത്ത് വെളിച്ചമുണ്ട്, പുറത്ത് വെളിച്ചമുണ്ട്. ഗുഡ് മോർണിംഗ് എവരി വൺ. ഇന്നൊരു വല്ലാത്തൊരു ദിവസമാണ്. നിങ്ങൾക്കാർക്കും ഡമ്മി വേണം? എസ്മ തരൂ കേട്ടോ. എസ്മ ഇന്ന് രാവിലെ കുറുമ്പിയും കൂടിയാണ്. ഇന്ന് ഏറെയായിരുന്നു. നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ സ്കൂളിൽ പോയോ? രണ്ടുപേരും ഇന്നലെ രാത്രി നല്ല സൂപ്പർ പനി. അമ്മയ്ക്കാണെങ്കിൽ ഇന്ന് ലീവ് എടുക്കാൻ പറ്റില്ല. ഇന്ന് അവൾക്ക് എന്തൊരു ട്രെയിനിങ് ഉണ്ട്, മസ്റ്റായിട്ട് പോകണം. അപ്പോൾ ഇപ്പോൾ രണ്ടുപേർക്കും ഇന്നലെ രാത്രി 2 times നമ്മൾ മെഡിക്കേഷൻ കൊടുത്തു. ഇപ്പോൾ എസ്മ രാവിലെ എണീറ്റിട്ട് വലിയ കുഴപ്പമില്ലാത്ത പോലെ ഉണ്ട്. പക്ഷേ അത് പാരഡോളിൻ്റെ ഇതിലിരിക്കുന്നതാണ്. ഇവൾക്ക് തീരെ വയ്യ. അപ്പോൾ ദേ ഓൾ ഇൻ ഹൗസ്. ഇടയിൽ പ്രിങ്ങു സ്കൂളിൽ പോകണമെന്നും പറഞ്ഞിട്ട് ദേ ഇപ്പോൾ മാറിയിട്ട് പോകുന്നുണ്ട്. അടികൊള്ളൂട്ടാ എസ്മ, യു ഡോണ്ട് ഡു ദാറ്റ്. കുട്ടി കുടിച്ചോ. അതിന് വയ്യാന്ന് പറഞ്ഞു, വീക്കാന്ന് പറഞ്ഞപ്പോ കൊത്തി. ഇതാണ് വീക്കസ്റ്റ് പോയിന്റ് ഗെറ്റ് അറ്റാക്ട് എന്ന് പറയുന്നത്. നോ നോ, നിനക്ക് നിന്റെ അന്ന് എടുത്ത് പറ്റില്ലേ? ഇല്ലടാ, ഇല്ല 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 ഇല്ല. കുട്ടി ഇത് വലിച്ചു കയറ്റിക്കോ. സോ നമ്മൾ 3 പേര് ഇന്ന് വീട്ടിലാണ് കേട്ടാ. ഓൾ സ്റ്റോറി ഫ്രം ഇൻസൈഡ് ബൂം ബാങ്. ഏടാ നിങ്ങൾക്ക് കുഴപ്പമില്ലെങ്കിൽ ഒന്ന് സ്കൂളിൽ പോയിക്കൂടെ? ഏറിക്ക് സിക്കാണെങ്കിൽ മോന്ത ഇങ്ങനെ പിടിക്കൂട്ടാ, ഒരു സൈഡിലേക്ക് വീങ്ങിയ പോലെ ഇങ്ങനെ ഇങ്ങനെ താഴത്തേക്ക് ഇട്ടിട്ട്. എസ്മേ നിനക്ക് കുഴപ്പമില്ലെങ്കിൽ പൊക്കൂടെ, സ്കൂളിൽ പൊക്കൂടെ? അതിന് പറഞ്ഞോ സ്കൂളിൽ പോരാണ്ട. കുഴിയിൽ ഇറങ്ങിയിരുന്നിട്ട് അവളുടെ കരച്ചിൽ നോക്കിയേ. അപ്പം എന്തോരുണ്ട് ഇനി അതിനുള്ളിൽ കരഞ്ഞ കണ്ടോട്ടാ. എന്നാ നല്ല സാധനങ്ങൾ നീ എന്നാ അവളെ കൊണ്ടുവരണ മൊത്തോ. എൻ്റെ ചീപ്പ് എവിടെ? മറ്റേത് എവിടെ? നോമിയെ ആരനാ ഓമി? ഉടുപ്പൊന്നും നമ്മൾ മാറണില്ല കേട്ടാ. സെയിം ഈ ഉടുപ്പ് തന്നെയാ. ഒരു ഉച്ചയാകുമ്പോൾ നമുക്ക് മാറാം. ഇനിയിപ്പോൾ ഒരാളുടെ അപ്പീലിൽ ബാക്കിയുണ്ട്. ഒരാൾ അപ്പിട്ടു, പിന്നത്തേൽ സമാധാനമുണ്ട്. ഏറമ്മ അസുഖമായി കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ഏറ തീരെ അവൾ കോപ്പിയില്ല. അല്ലാത്ത സമയത്ത് പിന്നെ തീരെ കോപ്പിയില്ല. അതുകാരം കുഴപ്പമില്ല. തവണ അമ്മയാണ് എല്ലാ എന്ത് ഈ കുട്ടി ഇങ്ങടിക്കും. ഇതാ അത് പിടി, ഇങ്ങോട്ട് നോക്കിയിരിക്കണം. അപ്പം അതിന് ബാക്കിലുള്ളത് മതിയിട്ടാ. ഇതിൻ്റെ കൊത്തിയുള്ളൂ എന്ന് പറയണ ഞങ്ങളെ. പോയേ നീ ഇവിടെ ഇരുന്നേ. നീ വന്നേ. അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. സ്കൂളിലേക്ക് പോക്കൂടെ? കണ്ടാ വായ കണ്ടാ അങ്ങനെ പിടിക്കും. അവൾക്ക് എപ്പോൾ വയ്യണ്ടേ ഒരു സൈഡിലേക്ക് വായ. ഞാൻ അടുത്ത ഇവിടുത്തെ ഏറ്റവും കുഞ്ഞു കുട്ടി. എനിക്കിവിടെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുന്നില്ല തന്നെ. അതാരത്? അത് നിനക്ക് വാങ്ങാവോ? ഈ തിക്കുള്ള മുടിയുടെ ഉള്ളിലാ? നീ എന്നാടാ പിന്നെ കാണിക്കണേ? നിന്നോട് സ്കൂളിൽ പോകണ്ടെന്ന് പറഞ്ഞാണ് അമ്മ. അവൾക്ക് സ്കൂളിൽ പോയിരിക്കാൻ പറ്റില്ല. അവൾക്ക് ഒന്നേ 3, 2, 1 ഗോ. രണ്ടുപേർക്കും ഒരു കുഴപ്പമില്ല. സ്കൂളിൽ പോക്കൂടെ? ഈ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാൻ തന്നെ കുടുംബത്തേക്കണ്. അപ്പോൾ വന്നിട്ട് മാമണ്ണാട്ടോ നമുക്ക് ചേച്ചീനെ കൊണ്ടുവിട്ടിട്ട്. ഇല്ല ചേച്ചി ഞങ്ങൾ ആരും തിന്നില്ല ഇപ്പോൾ. തിരിഞ്ഞു നിന്ന് വന്നിട്ട് എയ്റാന്ന് വിളിച്ചേ. നന്നായിട്ട് വിളിക്കും എയ്റാന്നിപ്പോൾ. എയ്റാ വിളിച്ചേ. എസ്മേ ഇപ്പം തന്നെ നമ്മൾ മുകളിലേക്ക് കണ്ട
ഓ കയറാൻ പറ്റില്ലടോ. വിളിച്ചേ ഇതേ പോണു, ഏറെ പോണു. വിളിച്ചേ ടാറ്റ പോണു. വിളിച്ചേ ഏറാന്ന് വിളിച്ചേ വിളി. ഓ ഓ എന്നിട്ട് ചിരിയേക്ക് കുട്ടി ഏറെ വിളിക്കണേ. ഓ ദാറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓൾറൈറ്റ്. ഡോണ്ട് പിക്ക് അപ്പ്. നീ നിന്റെ ബാഗ് എടുത്തിട്ട് വാ. Come on, Era. Yeah, Esme is on the help. Yeah, Esme coming. Hugga. Huggy. Good girl. That's good girl. What Esme? Come on, let's go now. വാതിലോട് നോക്കിയേ. ആ ഇപ്പോൾ കരച്ചില് കണ്ട സൂച്ചിട്ട പോലെ നിന്ന് ബാപ്പു നമുക്ക് വാ. ഗുഡ് മോർണിംഗ് ഇരിഞ്ഞാലക്കുട. മോർണിംഗ് കോണിയാടി വിത്ത് ടീം ബൂം ബാങ്. നോ gold today. Sad day, beautiful day actually, but you know these little crypts are home. I don't like it like that. We need a beautiful piece, so I'm sending one piece to school. One piece is in school പോവരുത്, വീട്ടിലിരിക്കണമെന്ന് പറഞ്ഞതാണ് അമ്മ. ഡാഡിനെ ഹെൽപ്പ് ചെയ്യാൻ. എന്നിട്ട് പക്ഷേ ഞാൻ പോവാന്ന്. ഇന്ന് ഒരു സ്കൂളിൽ പവർ കട്ട് ഡേയാ. അതായത് സ്കൂളിൽ പവറെല്ലാം ഓഫ് ചെയ്യും പോലും. പണ്ടത്തെ കാലത്ത് ആളുകൾ എങ്ങനെയാണ് ജീവിച്ചിരുന്നതെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അത്ര ഇങ്ങനെ ഒരു ദിവസം വെച്ചിട്ടുള്ളത്. വെയിറ്റ് ചെയ്യേ, വീട്ടിലെത്തിരുന്ന് നിനക്ക് ഫുഡ് തരാം. നീ അവിടെ വെച്ച് തന്ന നീ തിന്നില്ലല്ലോ, തുപ്പില്ലേ? നീ ഇപ്പം ഇരുന്ന് കരയണ എന്തിനാണോ ഒന്നും അറിയാത്ത പോലെ. ചേച്ചി എടുത്ത് ബായ് പറഞ്ഞേ. ബായ് ചെറികൂടി അവിടെ ഇരിപ്പുണ്ട്. ബായ്. ഹാവ് എ ഗുഡ് ഇലക്ട്രിസിറ്റി ഡേ. പവർ കെട്ടിട്ട് ഇപ്പോൾ ഇങ്ങനെ സ്കൂളിൽ കിട്ടുമൊന്നുമല്ല, പുള്ളിക്കാരിക്ക് വീട്ടിലിരിക്കുന്നത് ഇഷ്ടമല്ല. ഐ മീൻ സ്കൂളിലുള്ള ദിവസം ഷീ ലവ്സ് ടു ഗോ ടു സ്കൂൾ. ഇപ്പോൾ ഒരു ഹംഗറിയാണ്, അതാണ് ഇരുന്ന് പറയും. അവിടെ ഫുഡ് കൊടുത്താൽ വേണ്ട, വിശക്കട്ടെ. വിശപ്പിൻ്റെ വിളിയൊക്കെ അറിയുമ്പോൾ ഭക്ഷണം കഴിച്ചാൽ മതി, ഒരു കുഴപ്പമില്ല. ഇവിടെ ഒരു കുട്ടികളും ഇന്നത്തെ കാലത്ത് പണിയും ഇതുള്ള കുടുംബത്തിലെ കുട്ടികൾക്ക് ആരും വിശന്നിട്ടും മരിച്ചിട്ടില്ലേ? ഒരു ലേശം വിശക്കണല്ലേ. ആ ഇരുന്ന് കാര്യം ഏച്ചമൂനെ വിശന്നു. നിലവിളിയും ബേളും കണ്ടു കഴിഞ്ഞാൽ ഇപ്പം മൊത്തം എടുത്ത് വിഴുങ്ങണ പോലെയുണ്ട്. ഏച്ചമൂട്ടിന് ഇപ്പോൾ ചെറിയ ഒരു കുറുമ്പൊക്കെ ഉണ്ട് കേട്ടാ. രാവിലെ നീ ഏറിക്ക് ഒരെണ്ണം കൊടുത്തു, ഞാൻ കണ്ടത്. അത് ആരോഗ്യമില്ലാത്ത നേരം നോക്കിയിട്ട് അതിനെ കൊട്ടുക. അതിന് ഉഷാറ് വെച്ചാൽ കിട്ടുക നിനക്ക് അതിൻ്റെ നിൻ്റെ ഒന്നല്ല കേട്ടാ. ടാ എന്നാ ഗോഗോ. ആ എന്നാ എന്നാ എന്താ ശരി. ഇപ്പം വയറിന്നറിഞ്ഞില്ലേ? സ്കൂളിൽ നേരത്തെ ഒരു ബ്രെഡ് കൊടുക്കും, ലേശം മറ്റേ മാർജറിൻ പരത്തിയിട്ട്. ബട്ടർ പരത്തണം ടാടാ. ഇത് അതിൻ്റെ പകുതി പൊട്ടിപ്പോയിരുന്നോ? ആ ഇതൊക്കെ കറക്റ്റ് തിന്നാൻ പഠിച്ചിട്ടുണ്ട്. ഇത് വലിപ്പം കൂടുതലുണ്ടെങ്കിലോ കുറവുണ്ടെങ്കിലോ ഒക്കെ നല്ല കറക്റ്റ് ഒരു തരി പുറത്തേക്ക് പോകാണ്ട് കുത്തി കയറ്റിയിട്ട് പടയ്ക്കുന്നുണ്ട്. തിന്ന മധുരമുള്ള ഒരു സാധനം നമ്മൾ തിന്നാൻ പഠിപ്പിക്കണ്ട. കണ്ട ഇതന്നെ ഇരട്ടോളൂ. ഒരാൾ വീണ അപ്പം അടുത്ത ആൾ വീണ പോലെ അഭിനയിക്കും. കടയിൽ ഫുട്ബോള് മെസ്സിയൊക്കെ പോകുന്നുണ്ട്. ഐ കണ്ട കയ്യിൽ ബ്രെഡ് ഉണ്ടെങ്കിൽ ഇപ്പം മുട്ടയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പം കരഞ്ഞു. ആ വടി ഒരാൾ പിടിച്ചിട്ടുണ്ട്. ആ നടന്ന് തിന്നെ കേട്ടാ. ആകെ മുഴുവൻ പരത്ത് തന്തിയുണ്ടല്ലോ അവിടെ ക്ലീൻ ചെയ്യാൻ. ആ ഇനിയിപ്പോൾ ഇത് വേണം എനിക്ക്. ഇത് എൻ്റെ അല്ല. നോ അത് കഴിച്ചാൽ മതി. അത് യശ്മലയാ. അത് നീ വരച്ച തന്നെയാ, നോക്കണ്ട. എന്തൊരു ശാന്തതയെന്ന് നോക്കിയപ്പോൾ. രാവിലെ ഒരു പാക്കറ്റ് ബ്രെഡ് ഇവിടെ കൊണ്ട് വയ്ക്കുക അല്ലേ? അപ്പോൾ കാര്യം കാരണം അപ്പോൾ അത് ശീലാവുമല്ലോ. അപ്പോൾ ഇത് ശീലില്ലേ അവിടെ വല്ലപ്പോഴും കൊടുക്കണതേ. പനിയൊന്നുമില്ലേ? സ്കൂളിൽ പോയി കൂടെ? 6 മണിക്കാണ് പാരൻ്റോൾ കൊടുത്തത്, 10 മണിക്കാണ് അടുത്ത ബാച്ച്. അപ്പോൾ പനിച്ചിട്ടില്ല വെച്ചെങ്കിൽ ഞാൻ അപ്പോൾ കൊണ്ടുവിട്ടു, സ്കൂളിൽ കൊണ്ടുവിട്ടു കേട്ടോ. അങ്ങനെ 2 എണ്ണത്തിന്
കേട്ടോ പറഞ്ഞേ നം ആ കുറച്ച് നേരം അവിടെ നിന്ന് തിന്നേട്ടാ ഞാൻ അവിടേക്ക് ഒന്ന് ക്ലീൻ ചെയ്യട്ടെ അപ്പോഴേക്കും രണ്ടാൾക്കും പാനഡോൾ എടുത്തിട്ടുണ്ട് ഞാൻ 3 ml രണ്ടാൾക്കും പാനഡോൾ പിന്നെ എസ്മേ പാല് കുടിക്കും പക്ഷേ അല്ല പാനഡോൾ കഴിക്കും ഏറമ്മ പാനഡോൾ കഴിക്കില്ല എന്നാ ഇത് ഷെയർ ചെയ്യണ്ട കേട്ടാ ഇത് ഷെയർ ചെയ്ത് രണ്ടിലും ഞാൻ പാനഡോൾ വെച്ചിട്ടുണ്ട് നീയാണ് ഇതിൽ ഏറ്റവും വലിയ മേട്ട നമുക്ക് മരുന്ന് കഴിക്കാൻ പറ്റില്ല നമുക്ക് വേദന സഹിക്കാനും പറ്റില്ല നിങ്ങൾ കണ്ണുരുട്ടി നോക്കൊന്നും വേണ്ട അവിടെ കിടന്നോ കണ്ണുരുട്ടിൽ എന്നിട്ട് മര്യാദയ്ക്ക് കുറച്ച് നേരം കിടന്ന് ഉറങ്ങിക്കോട്ടാ ഇവിടെ എല്ലാവർക്കും സമാധാനം വേണം പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല നിങ്ങളിപ്പോൾ കോളേജ് സ്കൂളിലേക്ക് മൂക്കോട്ടയൊക്കെ എല്ലാവർക്കും ഉണ്ടാവും മൂക്കോട്ട ഇപ്പോൾ നേരത്തെ എഴുന്നേറ്റ കാരണം നല്ല ക്രാങ്കിയാണ് ഉറങ്ങി മരുന്ന് മുഴുവൻ കുടിച്ചില്ല പനി കാര്യമായിട്ടില്ല മേലുവാനി ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ വെച്ചിട്ടാണ് കൊടുത്തത് അപ്പോൾ അത് ബാക്കി വെച്ചു ഒരു പാട്ട് പാടി തീരുന്നേക്കാളും മുന്നേ തന്നെ രണ്ടാളും ഉറങ്ങിയിട്ടുണ്ട് ഇനി എത്ര നേരം കിടന്ന് ഉറങ്ങാനാവോ ഒരു 1.5 മണിക്കൂർ ഉറങ്ങി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു താഴെ അപ്പോഴേക്കും പോയിട്ട് ക്ലീൻ ചെയ്യാം ഇന്നോണ്ട് പറഞ്ഞിട്ടുള്ള പണിയല്ല ഇതൊന്നും പിന്നെ നമ്മളിത് ആവശ്യമായ കാരണം ചെയ്യണതാണ് വേറെ നിവൃത്തിയില്ലോ ഓണസ്റ്റായിട്ടുള്ള ഫീഡ്ബാക്ക് തന്നെ കേട്ടാ കുട്ടികളിൽ നിന്ന് നോക്കിയിരിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല നമ്മൾ ചെയ്യണമെന്നേ ഉള്ളൂ ഐ എം ജസ്റ്റ് ഡൂയിങ് ഗോട്ട് നോ അതർ ഓപ്ഷൻ അവർ ഉറങ്ങണ നേരത്തെ നമുക്ക് ഡിന്നർ കുക്ക് ചെയ്യാം ഇതാണ് ഒസബുക്ക് കേട്ടോ ഒസബുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പശുവിൻ്റെ കാലില്ലേ കാല് അല്ലെങ്കിൽ വീലിൻ്റെ കാലാണ് അതായത് ചെറിയ പശുക്കിടാവിൻ്റെ കാല് ഇങ്ങനെ സ്ലൈസ് ചെയ്താണ് പോഷൻ ഞാൻ കാട്ടിയത് ഇപ്പം തന്നെ കണ്ടോ അതായത് പശു ഇങ്ങനെ നിൽക്കില്ലേ അപ്പം നമ്മുടെ തുട ഈ ഭാഗമാണ് കേട്ടോ കൈയാണെങ്കിലും ഈ ഭാഗം ഇങ്ങനെ സ്ലൈസ് ചെയ്തിട്ടുള്ളതാണ് അതാണ് ഓസബുക്കോ എന്ന് വിളിക്കുന്നത് സാധാരണ വീല് പശു കുട്ടീനെയാണ് ഇപ്പോൾ കുട്ടീനെ ഒന്നും കിട്ടാല്ലേ വില കൂടുതലാണേ അപ്പം അതിന് വരെ ഇവിടെ സാധാ പശുവിനെ തന്നെയാണ് ഇത് കുക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നണില്ലേ മോളിൽ നിന്ന് കുണുകുണു സൗണ്ട് കേൾക്കാണ്ട് അപ്പോൾ ഇത് കണ്ട നല്ല സൂപ്പറായിട്ടുള്ള കറിയൊക്കെ വയ്ക്കാൻ പറ്റിയ പോലത്തെ പീസുമാണ് പോരാത്തന്നെ ഇതിൻ്റെ ഈ ബോൺ മാരോ കുക്കാവണ സമയത്ത് ചേരുകയും ചെയ്യും ഇതിൻ്റെ ഈ ഷിന്നൂടിയുള്ള കാരണം ഇത് വേവുമ്പോൾ ഇങ്ങനെ തള്ളി വരും അങ്ങനെ വരാണ്ടിരിക്കാൻ നമുക്ക് 1-2 കട്ടിടാം അവിടെ സിർലോയിൻ കുക്ക് ചെയ്യുന്ന സമയത്തും ഇങ്ങനത്തെ ഒരു കട്ട് നല്ലതാണ് അപ്പോൾ ഇങ്ങനെ വളയില്ല കേട്ടോ ഓക്കെ വി ക്യാൻ കുക്ക് ഇതിനൊന്ന് ബ്രൗൺ ചെയ്തെടുക്കണം നമുക്ക് ഒരു സൈഡ് നല്ല ബ്രൗൺ ആക്കിയിട്ട് വേണം അടുത്ത സൈഡും നല്ല ബ്രൗൺ കളർ വരണം അപ്പോഴാണ് അതിൻ്റെ നല്ല ഫ്ലേവർ വരുള്ളൂ കേട്ടോ ആ മൈലാഡ് എഫക്റ്റിൻ്റെ ഫ്ലേവർ കുറച്ച് ഉപ്പും കൂടി ഇടണം നമുക്ക് ഇപ്പോൾ നമ്മുടെ പിള്ളേർ എണീറ്റിട്ടുണ്ട് നീ എന്തിനാ കരയണേ നിങ്ങൾക്ക് വല്ല പണിക്ക് പോകാനോ ഒന്നും ഇല്ലല്ലോ അവിടെ കിടന്ന് ഉറങ്ങിക്കൂടെ എന്താ മുട്ടിന് വല്ല വേനീൻ്റെ വന്നേ പോവാന്നാ വാ താഴേക്ക് വാ പനി കുനിയൊന്നും ഇല്ലേ വന്നങ്ങോട്ട് സകലണ്ണ സ്കൂളിലേക്ക് പോയാ ഇപ്പം കണ്ട നല്ല ബ്രൗൺ ആയില്ലേ ഇതുപോലെ നല്ല കളർ വരണം ഇത് കണ്ട ഈ ഷീന് കണ്ട ഇതിവിടെ നിന്ന് കട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കുറച്ചിങ്ങനെ ആണ് ഞാൻ പറഞ്ഞത് കുറച്ച് റിലാക്സ് ആയിട്ട് ഇരിക്കും ഇല്ല വെച്ചെങ്കിൽ ഇതിങ്ങനെ വളഞ്ഞു വരും കേട്ടോ അപ്പോൾ അതും ഒരു ഗുഡ് ട്രെൻഡ്സാണ് ഇനി ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് ഉണ്ടാവും കേട്ടോ നമുക്ക് There we go. The next batch going in. Number 1. Yeah, go outside and play there. What? Yeah. ദേ കുറച്ചേരം ഇവിടെ പോയി കളിച്ചാ ഇതാ അവിടെ നല്ല വെയിലുണ്ട് പോകാ ഒരു സമാധാനം കിട്ടറേ മനുഷ്യന് അപ്പോൾ അവിടെ നല്ല വെയിലുണ്ട് വല്ല പുല്ല
കല്ല എന്തെങ്കിലും എടുത്ത് തിന്നേ ആ വായ ഒന്ന് അടഞ്ഞിരിക്കട്ടെ. ഇതാ പോക്കോ പോയാ എച്ചമ്മേ, നീ പോയാ അവിടെ പോയി കളിച്ചേ. നല്ല കാറ്റുണ്ട്. അപ്പോൾ വൈകുന്നേരം നല്ല തൊണ്ടയൊക്കെ അടഞ്ഞു കിട്ടും. പൊക്കോളെ അങ്ങോട്ട് പോക്കോ. ആ പോ. കുറച്ച് നേരം ചെവിക്ക് ഒരു സുഖം കിട്ടണം മനുഷ്യന്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇവിടെ ചുമരും കുമ്മരും ഒക്കെ വീട് ക്ലീൻ ചെയ്യാനുണ്ട് കേട്ടോ. പൊക്കോളെ ആ വെയിലത്ത് പോയിക്ക്. പോ കാപ്പൊക്കൊന്നേ ഇളക്കട്ടെ. ഇനി ദയവ് ഇത് കരയരുത്. നീയും പൊക്കോ. പോ. ഏറമിക്ക് പോണ്ട, കളിക്കണ്ട, ചെല്ലേ. എന്തപ്പോ അവിടെ നിൽക്കണേ ഏറമ്മ? യു വേണ്ടു. ഇനിയിപ്പോൾ ഞാൻ വരണായിരിക്കും അല്ലേ? ആണാ ഞാൻ വരണാ വേണമെന്നാ? ഞാൻ ഡമ്മിയൊക്കെ ഊരിയേ. അത്യാവശ്യത്തിന് യന്ത്രങ്ങളും കളിപ്പാട്ടങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഡമ്മി ഊരിയേ. ഡമ്മി ഒന്നും വേണ്ട. പാസ് മീ ദ ഡമ്മി പ്ലീസ്. ഡമ്മി ഒന്നുമില്ല. ബാ ഇവിടെ നിന്ന് കളിച്ചോ. തണുപ്പത്തേക്ക് വരണ്ട കേട്ടോ. വെയിലത്തിരുന്നോ. യു ക്യാൻ പ്ലേ 20 minutes. മണ്ണ് തന്നെ ആയിരിക്കുമോ? ഇനി അവിടെ നിന്നിട്ട് വീഴണ്ട. ഇങ്ങോട്ട് വെക്കാ. നാളെ ഇവിടെ വച്ചാരാ. വെയിലത്തിരുന്നോ. കുറച്ച് കാറ്റൊക്കെ പോയിട്ടുണ്ട്. അത് കഴിയുമ്പോൾ അവിടെ ബീഫ് കറി ഉണ്ടാക്കിയല്ല. നൈസ് ബീഫ് കറി ഉണ്ടാക്കും നമ്മൾ. മഷ്റൂമൊക്കെ ഇട്ടിട്ട് എന്നിട്ട് ബ്രെഡിൻ്റെ കൂട്ടത്തിൽ കഴിക്കാം കേട്ടാ. ഇതായിരിക്കുന്നു. ഡമ്മിയുടെ ആവശ്യം വരുമ്പോൾ അവിടെ തരാം കേട്ടാ. അവിടെ തന്നെ കളിക്കുക കുറച്ച് നേരം. ഇത് ഈ രണ്ടെണ്ണം ഞാൻ നമ്മുടെ ഈ സൈഡ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല കണ്ട. അപ്പോൾ എന്താ ഉണ്ടാവുക വെച്ചാൽ കറക്റ്റായിട്ട് ഇങ്ങനെ വേവില്ല. ഈ സൈഡ് ഷീനു കിടന്ന് വലിഞ്ഞിട്ടേ ഇങ്ങനെ വരും കണ്ട. സോ ഓൾവേസ് ഇറ്റ്സ് ഗുഡ് ടു കട്ട് ദാറ്റ് ബ്ലഡി ഷീനു. ലൈക്ക് വേവുമ്പോൾ ഓക്കെ. ഇല്ലെങ്കിൽ ബ്രൗണിങ് പ്രോപ്പറായിട്ട് നടക്കില്ല. എന്താ ഈ ഭാഗത്തൊന്നും ബ്രൗൺ ആവില്ല. സോ വെരി ഇമ്പോർട്ടൻറ്റ് ടു ഡു ദാറ്റ് പാർട്ട്. നമ്മുടെ മാഡം ഇവിടെ എന്താ ചെയ്യണമെന്ന് നോക്കാം. അമ്മ ഫോൺ വിളിച്ച് പറഞ്ഞു അമ്മ വരികയെന്ന്. അമ്മയുടെ കാലത്ത് ട്രെയിനിങ് കഴിഞ്ഞു. ദെൻ ഷീ ക്യാൻ വർക്ക് ഫ്രം ഹോം. യു ഗൈസ് ഓക്കെ ഹിയർ? ഓക്കെ ആണോ? ഇവിടെ അധികം നേരം ഇരുത്തണ്ടെന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ വന്നിരുന്നപ്പോൾ കണ്ട ചിരിക്കുന്നുണ്ട. ഞങ്ങളുടെ കൂടെ കളിക്കുന്ന പ്രായമല്ലേക്ക് മനസ്സിലായ? ഈ ക്യാങ്ങരൊക്കെ ഉണ്ട് ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്നേരം വന്നിരിക്കുന്നത്. പക്ഷെ എന്താ ചെയ്യുക, വീട്ടിൽ വേറെ അന്തേവാസികളുണ്ട്. ഇവിടുത്തെ കാര്യങ്ങൾ നടക്കണ്ടേ. ഇവിടെ ഞങ്ങളുടെ കൂടെ ഇരുന്ന് കളിച്ചാൽ മതിയാ. എൻ്റെ പ്രായമാണേ 42 വയസ്സിൽ ഇവരുടെ കൂടെ കളിക്കുക. 42 വയസ്സിൽ ഈ വക പണികളൊക്കെ ചെയ്യുമ്പോൾ ആലോചിക്കണല്ലേ. അയ്യോ ഇപ്പോഴത്തെ എന്താ സന്തോഷം നോക്കി. ഇവിടെ കാറ്റുകൊണ്ടിരുന്നിട്ട് വൈകുന്നേരം ശ്വാസം വലിക്കാൻ പറ്റില്ല. ഇനി നമ്മുടെ സെയിം പാനിലേക്ക് കുറച്ച് ഉള്ളി, വെളുത്തുള്ളി, സാലറി, ക്യാരറ്റ്, റോസ്മേരി നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ജസ്റ്റ് ഗാർലിക്കും അതുപോലെ തന്നെ ഉള്ളിയും മാത്രമാണ് ആഡ് ചെയ്യണേ. ഇനി കുറച്ച് ബേ ലീവ്സ്. ഇനി റെഡ് വൈൻ ഉണ്ട് വെച്ചെങ്കിൽ കുറച്ച് റെഡ് വൈൻ നല്ല ഗ്ലേസ് ചെയ്ത് എടുത്ത് കഴിഞ്ഞാൽ നല്ല സ്റ്റൂവിൻ്റെ മണം ഉണ്ടാവും. റെഡ് വൈൻ ഇല്ല വെച്ചെങ്കിൽ ബീഫ് സ്റ്റോക്കോ അല്ലെങ്കിൽ വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ. ഇതിപ്പോൾ എന്താ ഇങ്ങോട്ട് പോകുന്ന രണ്ടാളോ? അവിടുത്തെ ബ്രെഡൊക്കെ എടുത്ത് തിന്നുന്നുണ്ട്. എന്താണ് എന്താ ഇതിനുള്ളിൽ വല്ലതും എടുത്ത് വെച്ചിട്ടുണ്ടാ? അത് എന്നെ കുക്കിങ്ങിൽ ഹെൽപ്പ് ചെയ്യാൻ വന്നതാണോ എന്തെങ്കിലും? അവിടെ ഒക്കെ നിന്ന് കളിക്കണതൊക്കെ കൊള്ളാം. അതൊക്കെ വലിച്ചിട്ടോ ഒരു കുഴപ്പമില്ല. ഇത് കരയരുത്. എനിക്ക് അത് മാത്രം പറയാനുള്ളൂ കേട്ടോ. പ്ലീസ് ഡോണ്ട് ട്രൈ. ഇനി കുറച്ച് ടൊമാറ്റോ കേട്ടോ. ഡൈസ് ചെയ്ത ടൊമാറ്റോ. ഇവിടെ കുറച്ച് കഴിഞ്ഞ ദിവസത്തെ കൺകസ് ബാക്കിയിരുന്നായിരുന്നു. അതങ്ങോട്ട് ചേർത്തുന്നേ ഉള്ളൂ. പക്ഷേ ഡൈസ്ഡ് ടൊമാറ്റോസ് ഇട്ടാൽ മതി.
ഇനി കുറച്ച് മിക്സഡ് ഹേർബ്സ്, ഫ്രഷ് ഹേർബ്സ് ഉണ്ടെങ്കിൽ ചേർക്കാം, ഇന്നിവിടെ ഇല്ല നമ്മളിൽ. ഇനി നമ്മുടെ മഷ്റൂം, ഇനി ആ കുപ്പി കഴുകിയ ഒരു ലേശം ലിക്വിഡ് ബാക്കിയുണ്ട്. സോ ബേസ് സോസ് റെഡി ആയിട്ടാ. ശരിക്കും നമുക്ക് ഈ കാസറോളിൽ സ്ലോ കുക്ക് ചെയ്തിട്ട് ഓവനിൽ വെച്ച് വേവിക്കുകയാണ് വേണ്ടത്. പക്ഷെ നമുക്ക് കുക്കറിൽ നമുക്ക് എല്ലാവർക്കും കുറച്ചും കൂടി ഈസി കുക്കറായിരിക്കുമല്ലോ. ഇനി നമ്മുടെ സോസ്, ഇനി കുറച്ച് ഉപ്പ് ബാലൻസ് ചെയ്യണം നമുക്ക്. കുറച്ച് പെപ്പർ, മിക്സ്. ഞാൻ വേറെ വെള്ളം ഒന്നും ചേർക്കണില്ല കേട്ടോ ഇതിൽ. ലെറ്റ് ഇറ്റ് ബി. എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, കാരണം ഈ ബീഫ് വേവുമ്പോഴും അതിൻ്റെ ആ എന്താ പറയുക ബോൺ മേരൊക്കെ വെന്ത് വരില്ലേ, അതിൽ നന്നായിട്ട് ജ്യൂസ് ഇറങ്ങി വരും ഇതിൻ്റെ. ഇത് ഞാനൊരു ഫസ്റ്റ് വിസിൽ വന്നതിന് ശേഷം ഓൾമോസ്റ്റ് ഒരു 10 മിനിറ്റ് വേവിക്കുക കേട്ടോ. വേറെ ഒന്നുമല്ല, നമുക്കിത് വിട്ട് പോരരുത്. കുറച്ച് ആ ബോണിനോട് കൂടെ നിൽക്കും വേണം, എന്നാൽ വേവും വേണം. നമ്മൾ കാസറോളിലിട്ട് വേവിക്കുകയാണെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഇടയ്ക്ക് പോയിട്ട് നോക്കാം അതിൻ്റെ വേവ് കറക്റ്റായോ എന്നുള്ളത്. ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് കുക്കർ എന്ന് പറയുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ഇവിടെ ഹൃദയം തേങ്ങി 2 ആൾക്കാർ നിൽക്കുന്നുണ്ട്, നമുക്ക് നോക്കാം കേട്ടോ. എന്തിനീ തേങ്ങണേ? അപ്പോൾ പുറത്തിരുന്ന് കളിക്കാൻ പാടില്ലായിരുന്നാ? ഇനി ഞാൻ ഒരുപാട് തവണ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയുന്ന ഒരു കാര്യമായിരിക്കും, നല്ലൊരു കാര്യം ഒന്ന് മെൻഷൻ ചെയ്യാം. ഈ ജേക്കബ്സ് ക്രീക്ക് നമ്മുടെ ഷാജോൻ ചേട്ടൻ വന്നപ്പോൾ സ്റ്റേക്കിന് സോസ് ഉണ്ടാക്കാൻ വേണ്ടി മേടിച്ചതാണ്. വൺ ഓഫ് ദ ചീപ്പസ്റ്റ് ആയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് ജേക്കബ്സ് ക്രീക്കിൻ്റെ പിന്നെ നോവാറ്. ഇവിടെ വരുന്ന ഈ ബാച്ചിന് $10 ഉള്ളൂ. ആക്ച്വലി ചീപ്പാണ്. നാട്ടിൽ എനിക്ക് തോന്നുന്നത് കുറച്ചുകൂടി വിലയുണ്ടെന്ന് തോന്നുന്നു ആഫ്റ്റർ ടാക്സ്. വൺസ് റെഡ് വൈൻ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ യു ക്യാൻ മാക്സിമം ഒരു ദിവസം കൂടി ഒരു 24 മണിക്കൂർ. അതുകൊണ്ടാണ് വൈൻ ഒരിക്കലും ഗ്ലാസ്സിൽ സെർവ് ചെയ്യില്ല. യു നീഡ് ടു ബൈ എ ഹോൾ ബോട്ടിൽ. കാരണം ഇത് വൺസ് യു ഓപ്പൺ ഉപയോഗിക്കാൻ പറ്റില്ല കേട്ടോ. സോ പ്രെഡി മച്ച് ഇത് അന്നോട്ടിട്ട് കൂടി ഞാൻ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. സോ വെൻ യു സ്മെൽ ഇറ്റ് മോർ അസിഡിക് ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇതൊരു പാത്രത്തിൽ ഒഴിച്ചിട്ട് റെഡ്യൂസ് ചെയ്തിട്ട് ഒരു ലേശം ഷുഗർ ഇട്ടിട്ട് വയ്ക്കാൻ പോവാം. അപ്പോൾ നമുക്ക് എടുത്ത് വയ്ക്കുകയും ചെയ്യാം. സ്റ്റേക്കൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിൻ്റെ സോസിൽ ആഡ് ചെയ്യുകയും ചെയ്യാം. എങ്ങനെ ഇരിക്കുന്നു പറഞ്ഞ് ഇത് വിനിഗിരിയായി മാറും. Whatever the Amma must be waiting here for us. Where is Amma? Where is Amma? Where is Amma? അമ്മ അവിടെ വന്നു എന്നാണല്ലോ പറഞ്ഞേ. അമ്മ അവിടെ നോ അമ്മ. അതേ വരുന്നു മോളിൽ നിന്ന്. കാണണ്ട നിങ്ങൾക്ക്? അമ്മ അമ്മ ഇന്നമ്മ. ഇവിടെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ഡ്രാമ ആരാന്നറിയോ? എൻ്റെ പോലെ തന്നെ എച്ചമ്മു. ഒരു ചെറിയൊരു ഇത് വരുമ്പോഴേക്കും ഒന്നല്ല അവിടെ നിന്നിട്ട് ഇങ്ങനെ അതിന് ഉറങ്ങി എണ്ണീറ്റ ആളാണ്. പിന്നെ അല്ലാണ്ട് അരമണിക്കൂർ കഷ്ടി അരമണിക്കൂർ ഉറങ്ങിയുള്ളൂ. 25 മിനിറ്റ് അങ്ങനെ ഉറങ്ങിയാണ്. എന്നിട്ട് എണീറ്റ് വന്ന് നിന്നിട്ട് ആ പുറത്ത് പോയി ഇരുന്ന് കളിച്ചിട്ട് പിന്നെ നിന്റെ കാല് പിടിച്ചിട്ട് കരയാ. എനിക്ക് കാല് പിടിക്കുന്ന ഇഷ്ടമല്ല. ആരുടെ മുന്നിലും കാല് പിടിക്കും. ഉറങ്ങിക്കൂടെ? ഇന്റെ കയ്യിൽ കീ ഇരിക്കണ്ട. പിങ്ങ എണീറ്റ് വെച്ചനോട് പറഞ്ഞു അവൾക്ക് സ്കൂളിൽ പോകണം. ഡാടേ എനിക്ക് സ്കൂളിൽ പോകണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നും പറയാൻ പോയില്ല, നീ സ്കൂളിൽ പോക്കോന്ന് പറഞ്ഞു. അതിന് കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇവർ കരയുണ്ടേ. അപ്പോൾ വന്നിട്ട് ഡാടേ അതെ പിന്നെ നിനക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നീ വേണമെങ്കിൽ എന്നെ സ്കൂളിൽ നിന്ന് വിളിച്ചു. എനിക്കൊരു ബുദ്ധിമുട്ടില്ല, നീ എന്നെ ഇവിടുത്തെ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പൊക്കോളം പറഞ്ഞേ. എന്താ വിളിച്ചാ മതി. പേച്ചക്ക് മട്ടും കുറച്ചില്ലല്ലേ. നിനക്ക് മറ്റേ ഹൈനാനി ചിക്കൻ്റെ കൂട്ടത്തിൽ മറ്റേ ചെമ്മീൻ അല്ല മറ്റേ കൊഴുവ വറുത്തത് വേണം. എനിക്കത് അതും മറ്റേ കടലയും കൂടി വറക്കാൻ തോന്നി. വേണോ? കഴിച്ച് നീ കഴിക്കുമോ? പക്ഷെ അത് കടലയും കൂടെ കഴിച്ചു കഴിഞ്ഞാൽ വയറ് ഒരു അത് അവർ കുഴപ്പമൊന്നുമില്ല, അവർ ഓക്കെയാണ്. ഞാൻ പെട്ടെന്ന് പോയിട്ട് ഓടിച്ചിരിക്കുകയാണ്. അല്ലെങ്കിൽ നിന്നെ ഡ്രോപ്പ് ചെയ്യണോ? അപ്പം അമ്മേനെ കാണാത്തന്നെ ഇപ്പം ഇരുന്ന് കരഞ്ഞ് നെഞ്ഞത്തൊക്കെ എടുക്കുകയാണല്ലോ അങ്ങോട്ട്. ഡാഡയുടെ അടുത്ത് ഈ കളിയൊന്നും നടക്കൂലല്ലേ, അതാണ് കാര്യം. കിടക്കുമായിരുന്നല്ലോ, ഇപ്പം കരയണ്ടേ?
എനിക്ക് കണ്ണനെ കാണല്ലേ നിനക്ക് കയ്യൻ്റെ കട്ടിയായിരുന്നു നീ പറ്റിച്ചാൽ ചെക്കനോട് എന്തെങ്കിലും ഉണ്ടാക്കണ്ട അവൻ ആകെ പ്രശ്നം ഉണ്ടാക്കണം അവൻ നീ ക്ലോക്കിൻ്റെ സാധനം നോക്കട്ടെ ഞാൻ റോബോട്ട് ജെയിൻ റോബോട്ട് ഓ ഇതാണ് നമ്മുടെ ഇക്കം ബില്ലീസ് ഇട്ടാ അതായത് ആൻറ്റോവീസ് ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും നാസിലമ്മക്ക് മേടിക്കുമ്പോൾ കടലേര കൂട്ടത്തിൽ ഇത് വറുത്ത് വരുന്നത് ഇത് ആക്ച്വലി നമുക്ക് ഇങ്ങനെ തന്നെ ഡീപ് ഫ്രൈ ചെയ്യാം ഞാനിതിനൊന്ന് ജസ്റ്റ് വാഷ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ മുകളിൽ പൊടി ഉണ്ടാവും വറക്കണ സമയത്ത് എണ്ണയിൽ മൊത്തം പൊടിയാവും അതിന് വലുതൊന്ന് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യുന്നുണ്ട് ഞാൻ നമ്മുടെ വൈൻ കണ്ട നേരത്തെ ഇരുന്നെന്ന് ഞാൻ പറഞ്ഞില്ലേ നമുക്ക് എങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് ഇപ്പോൾ വൈൻ എപ്പോൾ ബാക്കിയുണ്ട് വെച്ചെങ്കിലും അപ്പോൾ തന്നെ നമ്മൾ ഉപയോഗിക്കുന്നില്ല വെച്ചെങ്കിൽ നേരെ എടുത്തിട്ട് റെഡ്യൂസ് ചെയ്യുക അതിൽ ലേശം ഷുഗർ ചേർക്കുക അപ്പോൾ ഷുഗർ ചേർക്കുമ്പോൾ എന്തുണ്ടാവും കുറച്ച് സമയം നമുക്ക് പ്രിസർവ് ചെയ്യാം എന്നിട്ട് ഈ കോൺസെൻട്രേറ്റഡ് വൈൻ നമുക്ക് സ്റ്റേക്കിൻ്റെ കൂട്ടത്തിലൊക്കെ സോസ് ഉണ്ടാക്കുമ്പോൾ ആ സോസിൻ്റെ കൂട്ടത്തിൽ മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ യു സ്റ്റിൽ ഗെറ്റ് എ നൈസ് ബ്യൂട്ടിഫുൾ വൈൻ ഫ്ലേവറും കിട്ടും റിഡക്ഷനായിട്ട് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം ഓക്കെ കുറച്ചും കൂടി ഒന്ന് റെഡ്യൂസ് ആവാണ്ട് മീൻ ടൈം നമുക്ക് കപ്പലണ്ടി വറക്കാം കപ്പലാണ്ടി ഏറെടെ യാ ഏറെ പറയണ്ട് യാന്ന് ഇനി ഇതേ നമ്മുടെ കൊഴുവാട്ടാ ഈ കൊഴുവ ഞാനിപ്പോൾ കഴുകി കുറച്ച് ഉണക്കിയെടുത്തു കൊഴുവ് ഉറക്കുമ്പോൾ ഫാനും എല്ലാ സാധനവും ഉണക്കി വെച്ചാൽ വീട് മൊത്തം നാറും ഇറ്റ്സ് ഓക്കെ പറഞ്ഞു നമ്മുടെ കപ്പലിൻ്റെയിലേക്ക് വന്നിട്ടുള്ളത് ഇടാനായിട്ട് ഇതൊന്ന് സീസൺ ചെയ്യണം നമുക്ക് ഇനി ഇതേ നമ്മൾ ആ വറുത്ത് കോരിയ പാത്രമല്ലേ അതിൽ നമ്മുടെ കപ്പലണ്ടി ഇതും കൂടി ഇട്ടു ഇനി കുറച്ച് ചില്ലി ഫ്ലേക്സ് സീസണിങ് ഓക്കെ കുറച്ച് എരിവുണ്ടായിക്കോട്ടെ നമുക്കിതിൽ ഈ സാമ്പിൾ ഉണ്ടെങ്കിൽ സാമ്പിളൊക്കെ ചേർക്കാം കേട്ടോ അവരുടെ സോസ് ഇല്ലേ ആൻഡ് ലിറ്റിൽ മോർ സോൾട്ട് സേഷ്വാൻ പെപ്പർ ഇട്ട് കഴിഞ്ഞാൽ അടിപൊളി കേട്ടോ അതിൻ്റെ കൂട്ടത്തിൽ നല്ല ഒരു ക്രാണുണ്ടാവും സി നമ്മുടെ പപ്പടമൊക്കെ പോലെ മലേഷ്യക്കാരുടെ സിംഗപ്പൂരുകാരുടെയൊക്കെ ഒരു സൂപ്പർ സാധനമാണ് ഇത് കണ്ട തണുക്കണം നമ്മുടെ പപ്പടം പോലെ തന്നെ ഒന്ന് തണുത്താലേ ഇത് തിന്നാൻ പറ്റുള്ളൂ കേട്ടോ ഒന്ന് കുറുമുറുന്നാവുള്ളൂ ഓൾറെഡി നമ്മുടെ ഇന്നലത്തെ മീൻ മുട്ടയില്ലേ അത് കുറച്ച് അവളുടെ മമ്മി ഒരു തോരൻ ഉണ്ടാക്കും അതേപോലെ ആക്കാൻ പറഞ്ഞു ദേവികോ പച്ചമുളക് തക്കാളി കറിവേപ്പില ഒരു ഫ്രഷ് ഫീലിംഗ് വരണല്ലേ നിനക്ക് കോളിനെ കറിവേപ്പില ഇന്നലെ അതിൽ നമ്മൾ ആവശ്യത്തിന് ഉപ്പിട്ടിട്ടുള്ളത് കൊണ്ട് ഇതിന് വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ആൻഡ് യു ജസ്റ്റ് ടോസ്റ്റ് നല്ല രസമല്ലേ ഫയർ കയറുന്ന ഇസ് ഇറ്റ് നൈസ് നമ്മുടെ ഇന്നലത്തെ മീൻ മുട്ട ജസ്റ്റ് ഒന്ന് ഇളക്കി എടുത്താൽ മതി കേട്ടോ പുളി വേണോ ഗോൾഡൻ ലൈം വേണോ ആസ് ഇറ്റ് ഈസ് ഇനി നമുക്ക് സൂപ്പർ കാഴ്ച കാണിച്ചു തരാം കേട്ടോ ഇപ്പോൾ ഇന്ന് ഫുള്ള് കുക്കിങ് എൻ്റെ ഒസബുക്ക കണ്ടു കഴിഞ്ഞാണല്ല ഈ വെള്ളം ഇറക്കും അതിൻ്റെ കൺസിസ്റ്റൻസി കണ്ട ഉപ്മാവ് പോലെ ഉണ്ടേ മീൻ മുട്ട ഇപ്പോൾ നല്ല മണം ഇപ്പോൾ ഒരു പൊറോട്ട കഴിക്കാൻ തോന്നുന്നു ഇതിൻ്റെ ഒപ്പം നോക്കിയാൽ നമ്മുടെ ഒസബുക്കോ സൂപ്പറായിട്ട് വന്നിട്ടില്ലേ അതിൻ്റെ ആ സോസിൻ്റെ കൺസിസ്റ്റൻസി നോക്കിയേ ഇതാ അപ്പോൾ കുക്കറിൽ ഇത്രയും പൊട്ടാൻ പാടില്ലായിരുന്നു അപ്പോൾ ലുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് ആ മജ്ജ കുറച്ചേരം വിട്ടിരുന്നിട്ട് തണുക്കട്ടെ അല്ലേ നമുക്ക് കൂടുതൽ പൊട്ടണ്ടേ ഇനി ഈ സോസിൻ്റെ കൺസിസ്റ്റൻസി നോക്കി നിങ്ങൾ ഓക്കെ കണ്ടോ നല്ല തിക്ക് സോസ് വന്നിട്ടുണ്ട് ഇത് നമ്മൾ ലഞ്ചിന് കഴിക്കുന്നില്ല ഇത് ഇവിടെ ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ നമുക്ക് വൈകുന്നേരത്തേക്കാണ് ഇത് കഴിക്കേണ്ടത് കേട്ടോ അപ്പോൾ അതേ കണ്ട ഞാൻ ഈ സോസ് എടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കി ആൻഡ് യു ഡോണ്ട് ഈവൻ ബിലീവ് സോ ഗുഡ് ഇതേ നമ്മുടെ റെഡ് വൈൻ റിഡക്ഷൻ വന്നിട്ടുണ്ട് സൂപ്പറായിട്ട് ബ്യൂട്ടിഫുള്ളിയോ ഓക്കെ അത് ഫ്രിഡ്ജിൽ വെച്ച് കഴിയുമ്പോൾ ഒന്നും കൂടി ഒന്ന് തിക്കാവും ഇതിനും കൂടുതൽ തിക്കായ പിന്നെ നമുക്ക് ഇതിനൊന്നും എടുക്കാൻ പറ്റില്ല അപ്പം നമ്മളിനി റിഡക്ഷനായിട്ട് യൂസ് ചെയ്യുന്ന സമയത്ത് തിക്കറാക്കിയാൽ മതി ഇതിനെ സോ ദിസ് ഈസ് ദ ബെസ്റ്റ് വേ ടു പ്രിസർവ് യുവർ റെഡ് വൈൻ ഇപ്പോൾ ഒരു ബഹളവും ഇല്ല അപ്പം അമ്മ കൂടെ ഇരുന്ന് പണിയെടുക്കുക അവിടെ രണ്ടാൾ ഒരു കരച്ചിലും ഇല്ല ഒന്നുമില്ല ആരോഗ്യം ആരോഗ്യം പൊന്തി ഓ അമ്മായിമ്മയുടെ ഇതാ ഏറ്റവും കൂടുതൽ മൂക്കിൻ്റെ താഴെ ഒരു പാലരിപ്പുണ്ടല്ലോ മാറല്ല കൂടെ ആയിട്ട് ഓ ഏറ്റവും കൂടുതൽ കരച്ചിലിൻ്റെ ആളാ ഇവള് പണ്ട് മറ്റേ
ആകാശദൂതിലെ നായികരെ പേരെന്തറികൊള്ളേ? അവരായിരുന്നു ഇങ്ങനെ മുടി ഇങ്ങനെ ഫ്രണ്ടിൽ കട്ടിയിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുള്ള സ്റ്റൈൽ ഉണ്ടായിരുന്നത്. എന്താ പറയുക പേര്? മാധവി. ആ മാധവി അവള്, മുരളിയുടെ ഭാര്യ. ഓ കരയണില്ലേ യസ്മേ? യസ്മേ ഓ ഓ ഒരു സെക്കൻഡ് പോലും നോക്കണില്ല. ഉണ്ടല്ലോ ഞാൻ ഉണ്ടല്ലോ. ആ ഇനി നമ്മുടെ ഞാൻ പറഞ്ഞില്ലേ ഹോങ്കോങ്ങിൽ നമുക്ക് ജെല്ലി പോലെ തണുത്ത ചിക്കനാണ് ഹൈനാനീസ് ചിക്കൻ ആക്കിയിട്ട് കിട്ടിയെന്ന്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കോഴ്സ് എന്ന് പറയുന്നത് ഈ ചിക്കൻ്റെ ജെല്ലി. ഇത് ഇവരെന്താ ചെയ്യുക വെച്ചാലേ ഇവരൊരിക്കലും ഇതിനെ ചൂടാക്കില്ല, ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യുന്നത്. അതായത് കുറച്ച് നേരം റൂം ടെമ്പറേച്ചറിൽ ഇറക്കി വയ്ക്കും. ചിൽഡല്ല, 5 ഡിഗ്രി അല്ല, പക്ഷേ ആ ജെല്ലി ഉണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കി നോക്കട്ടെ അങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ എങ്ങനെയാണ് വരുമെന്ന്. എന്നിട്ട് അവർ വീണ്ടും എന്താ ചെയ്യുന്നത് ഈ ജെല്ലി കട്ടി കൊടുത്തതുകൊണ്ട്, അതായത് ഇവർ ഈ അല്ലല്ല ഇത് തന്നെ ഇവർ ഈ സ്റ്റോക്ക് എടുത്തു വയ്ക്കും പോലും നാളെ ഒരാഴ്ചത്തോളം ഈ സ്റ്റോക്കിൽ തന്നെയാണ് ചിക്കൻ വീണ്ടും. അപ്പോൾ ഈ ജെല്ലി ഭയങ്കര തിക്കാവുന്നത്. അതുകൊണ്ടാണ് അവരുടെ അത്രയും സോഫ്റ്റ് എന്ന്. ഇനി നമുക്കിത് നമ്മളൊന്ന് കോൾഡ് കഴിക്കണം കേട്ടോ. കണ്ടാ ഇങ്ങനെ കോൾഡ്. ഇനി ഞാൻ നമ്മുടെ ഗോൾഡയ്ക്ക് ഒരു പോർഷൻ നമ്മുടെ ചിക്കൻ സ്കിൻ റൈസ്, ഒരു ചിക്കൻ തോയ്സ്, നമ്മുടെ ചില്ലി സാമ്പാർ, ചില്ലി സാമ്പാറല്ല നമ്മുടെ ആൻചോവിയും കപ്പലണ്ടിയും കൂടി വറുത്തത്. കാലിൻ്റെ മുകളിൽ ഒരു കുഞ്ഞു കുരുപ്പ് വന്നിട്ടുണ്ട് കേട്ടോ. താഴെ ഒരു കുരുപ്പുണ്ട്, കാലുമേ നിൽക്കുള്ളൂ. അതെന്താണെന്നറിയില്ല, കാലുമയാണ് നിൽക്കുക. കണ്ട സെക്കൻഡ് കുരുപ്പ്. എന്നാ നിനക്ക് നിൻ്റെ മമ്മി ഉണ്ടാക്കണ പോലത്തെ തോരൻ, മീൻ മുട്ട തോരൻ. ഇത് അല്ല, ഇത് ചില്ലി സോസ് വിത്ത് ചിക്കനാ. ആ ചില്ലി സോസ് വിത്ത് ചിക്കൻ. ഇത് നല്ലത്, ഞാൻ കഴിച്ചിട്ടുണ്ട്. നമുക്കിത് ഒരു ദിവസം ഉണ്ടാക്കണം. അതെ ചിക്കൻ അച്ചാർ. ഇത് ചിക്കൻ അച്ചാറാണ് കേട്ടോ. ഇവർ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ക്യാമറ നിർത്തിയത് വേറെ ഒന്നും അല്ല കേട്ടാ, ഈ ക്യാമറയുടെ ബാറ്ററി തീർന്നു പോയതാ. ഡേ ഇങ്ങോട്ട് പോരട്ടെ അല്ലേ ജോബാ? ചിക്കൻ കൊടുത്ത ഇനി ഓറഞ്ചൊന്നും തിന്നില്ല. വേണ അപ്പിടാണോ? അപ്പിടാണോ? എന്നാ എസ്മിക്ക് വേണോ? ഓ ഒറ്റയ്ക്കൊക്കെ തിന്നുള്ളോ? ഭയങ്കര അഭിമാനികളെല്ലാവരും. ഞാൻ അങ്ങോട്ട് വരാന്നാ. എന്താ പറ്റി? കൊടുക്കുന്ന എന്തെങ്കിലും കൊടുക്ക്. ആ ചിക്കൻ. ഇത് എന്താ മോളെ നിന്റെ മേല് മൊത്തം വെള്ളമാണല്ലോ. ഞാനേ നമ്മുടെ ഈ സംഭവത്തിൻ്റെ ക്രിസ്പിനെസ് ഞാൻ നിങ്ങൾക്ക് കേൾപ്പിച്ചു തരാം കേട്ടോ. തണുത്തില്ല ഇപ്പോൾ. നല്ല പൊടി കഴിച്ചില്ലേ? ഞാൻ തന്നെ ഇതിപ്പോൾ അതിൽ നിർത്താം. ഇനിയിപ്പോൾ പണിയാ. നമ്മൾ ഹൈനാനീസ് ചിക്കൻ. ഓക്കെ ഓക്കെ അല്ലേ? തണുത്ത ചിക്കൻ നല്ലത്. നീ കഴിച്ചില്ലേ? വെറുതെ ഇല്ലാട്ടാ, ഇപ്പൊക്ക് എന്നെ കൂട്ടൻസ് കൂടിയിട്ട്. കുറച്ച് ചോറ് തൈര് കൂട്ടിയിട്ട് കഴിക്കാനാ. അമ്മായിക്ക് എല്ലാം ഒറ്റയ്ക്ക് ഒരു പാത്രത്തിൽ ഇട്ട് തിന്നണം. ഞാൻ എൻ്റെ പൊന്നെ സമയം നിങ്ങൾ കഴിഞ്ഞല്ലേ? ചിക്കൻ സാമ്പൽ കൊണ്ടാ അല്ലേ?
എരുണ്ടത് കയ്യിൽ പറ്റിയാ കയ്യിൽ പറ്റിയിട്ടുണ്ട്. ഇനി അത് മൊത്തം വെച്ചാൽ എരിയും. മോനെ ഈ ചിക്കൻ എടുത്തോ, അതിൽ എരിവ് പറ്റിക്കണ്ടത്. എന്നാ എൻ്റെ കൈമ എരിവാടി, നീ അത് അതിന് കൊടുത്തന്നാ. എന്നാ പിന്നെ നീ മറ്റേ ഇത് മീൻ മുട്ട കഴിച്ചു നോക്കിയില്ല? ഒരു കാര്യം ചെയ്യാം, പതുക്കെ നീ അതേ സൈഡിൽ കൊണ്ടെടുത്ത് ഇപ്പൊ സ്വസ്ഥത ഉണ്ടാക്കിയറിയാം. സൂപ്പർ ലഞ്ചാട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ട്. മീൻ മുട്ട എന്നത്തേക്ക് ഗംഭീരമായിരിക്കുന്നു. കച്ചക്ക് ഞാൻ ഇവിടെ ഇറക്കി വിടാൻ പോവാ. ആ പോണ വയ്ക്കുന്ന ചിക്കൻ എടുത്ത് കഴിച്ചേക്കാം. ഇതൊക്കെ എന്ത് അയ്യോ നല്ല ഉള്ളിയുടെ ക്രഞ്ച്. ഗുഡ് ആഫ്റ്റർനൂൺ മാം. സ്കൂളിൽ എങ്ങനെ ഉണ്ടായിരുന്നു? ഞാൻ നോക്കുമ്പോൾ ഒരു ചോക്ലേറ്റ് കയ്യിലിടോ. അമ്മ പറഞ്ഞു നിന്നോട് ചോക്ലേറ്റ് തിന്നാൻ. ആ സ്കൂൾ മോശമാ. ഇന്ന് ജിംനാസ്റ്റിക്സ് ഉണ്ട് കേട്ടോ. ആ തിന്നാനല്ലത്, ഇത് വെറുതെ ഇങ്ങനെ കളിക്കുക. നോ എന്ന് പറഞ്ഞ് തിന്നേ. ചേച്ചി മൊത്തം തിന്നണേ. ഒരാൾ വലിച്ചു, അപ്പോൾ ഒരാൾ അങ്ങോട്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ ഒരാൾ തിന്നു. അങ്ങനെ വലി കൂടുതലുള്ളവൻ ഡിമാൻഡ് കൂടി. അങ്ങനെയാണ് ഒരു സാധനത്തിന് മാർക്കറ്റ് ഉണ്ടാക്കുക. അത് വേണമെങ്കിൽ പഠിച്ചോ. ഇനി തട്ടിക്കളയോ, അപ്പോൾ കിട്ടാണ്ടേ ആകുമ്പോൾ അടിയോ. എങ്ങനെയുണ്ട് പേട്ടുമണ്ട? Did you see one went all the way? One jumped actually. Did you see? എപ്പോൾ വാക്യൂം ക്ലീനറായിട്ട് വരും കേട്ടോ. രണ്ട് കൊത്തികൾക്കും കിട്ടും. ഇവിടെ എന്ത് കൊടുത്തു കഴിഞ്ഞാലും കാക്ക സൈഡിലിരുന്നിട്ട് കുയിലിൻ്റെ മുട്ട അടിക്കും. എല്ലാം പരത്തി. ഞാൻ പെയിൻറ്റ് ചെയ്യട്ടെ. നീ കുട്ടി എല്ലാം മാരി തിന്നോ കേട്ടോ. എല്ലാം ക്ലീൻ ചെയ്തോ കേട്ടോ. അവിടെ വാക്യൂം ക്ലീനർ കൊണ്ടുവന്നാൽ ഇത് കിട്ടില്ല. ഞാൻ അവിടെ തുടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ അടുത്ത് വന്ന് നിന്നിട്ട് ആ കുണ്ടിൻ്റെ ഉള്ളിൽ ആ വഴുക്കല് കെട്ടിയിട്ട് വീഴുന്നുണ്ട്. എസ്എമ്മ അവിടെ നിന്നിട്ട് പതുക്കെ അതിൻ്റെ ഉള്ളിൽ കൈയിട്ട് കുറച്ച് നേരമായി അതിൻ്റെ ഉള്ളിൽ നോക്കണം. എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് കൈ എന്തൊക്കെ സാധനം ഉണ്ട് കളിക്കാൻ. ആരോ പറഞ്ഞില്ലേ കഴിഞ്ഞ പ്രാവശ്യം കളിപ്പാട്ടം മേടിച്ചു കൊടുക്കുന്നത്. ഇപ്പം കളിപ്പാട്ടം ഇല്ലാണ്ടേ എന്തിനീ വെറുതെ കമ്മടിച്ചിട്ട് വീണേ? ആ ഡേ അതുന്തണ്ടാ, അതുന്തി കാലടക്കം വഴക്കിയിട്ട് വീടോടെ വെള്ളം ഉണ്ട് കേട്ടാ പിങ്ങപ്പുറ. ആ അതെങ്ങനെയെങ്കിലും അവിടെ പിടിച്ച. ഞാൻ പറഞ്ഞതാ ഞാൻ പഠിപ്പിക്കണ്ടെന്ന്. വല്ല കാര്യമുണ്ട് ഇപ്പോൾ? അതല്ല കുഴപ്പം. ആ സാധനമല്ല, അവിടെ വെള്ളം ഉണ്ട് തറയിൽ. എന്നാൽ നടടിച്ചിട്ട് വീഴും, അതിൻ്റെ മോന്ത പൊട്ടും. ഇതന്നെ എൻ്റെ പിങ്ങ. നീ എന്നതിനാടാ ഇപ്പോൾ അത് കാണിച്ചു കൊടുത്തേ? നീ ഡീൽ ചെയ്തോട്ടാ. ചിരിക്കുന്നു വേണ്ട. അവരെന്നെ നീ കൃത്യമായിട്ട് നോക്കിക്കോ. ചുമരിൻ്റെ മുകളിൽ ഇടിക്കാണ്ടേ. ഞാൻ പറഞ്ഞുതരാം. അവരെന്നെ കൊണ്ടുപോയിട്ട് കരഞ്ഞാൽ എൻ്റെ നിന്ന് കിട്ടും നിനക്ക്. ആവശ്യമില്ലാത്ത പണികൾ കാട്ടി കൊടുക്കണതിനുള്ള പണിയുണ്ട്. ഇങ്ങോട്ട് വന്നോട്ടെ പിങ്ങ. അവറ്റങ്ങൾ കരഞ്ഞാൽ കിട്ടും. മിണ്ടാണ്ട് നിരന്തത അവരവിടെ. അടുത്ത ആള് തുടയ്ക്കാൻ. ഇനി അവരെന്നെ വാച്ച് ചെയ്തു കേട്ടോ. കുട്ടി ജിംനാസ്റ്റിക്സിന് പോണവരെ. അതിനെ വിട്ടോ പുറുങ്ങിന് ഇത് കിട്ടും. കണ്ടില്ലേ എൻ്റെ പോറ്റേ. മതി യെസ്മേ, താങ്ക് യു ഫോർ ദാ. താങ്ക് യു. ഞാൻ തുടയ്ക്കാം. തുടച്ചോ? തുടച്ചോ? പിടിച്ചിട്ടുണ്ട് കേട്ടോ കാര്യമായിട്ട്. ഇങ്ങനെ ആക്കി. ഇങ്ങനെ ചേച്ചിയോ ചെയ്യില്ലേ ഇതൊന്നും. ഇങ്ങനെ ആക്ക്. ഇവിടെ പിടിച്ചോ? ചമ്മ എന്താ ഇത്ര കഷ്ടപ്പെട്ട് നിലത്ത് നിന്ന് തുടങ്ങിയ കുട്ടികളെ ഞങ്ങൾ കണ്ടിട്ടുണ്ടാ? അത്ര അധ്വാനശീല. ഏർമ്മ ചൊറിച്ചിൽ മാറിയില്ലേ? മാറിയില്ല? ഏറെ വന്നിട്ട് ഇവിടെ വീണു. അപ്പോൾ ഏറെ വന്നിട്ട് ഇവിടെ വീണു. ഇവിടെ വഴുക്കിയിട്ട്. എന്നിട്ട് അപ്പോൾ എസ്മേ
ഓ ഭയങ്കര വിളി. എന്നിട്ട് അവളെ എണീപ്പിച്ച് വന്ന് തട്ടി തലോടിയിട്ട് വിട്ടെ. എസ്മേ എസ്മേ ഇങ്ങോട്ട് വന്നേ. എയറോടെ ഒന്ന് എയറേനെ ഒന്ന് വിളിച്ചേ. വൈ ടുക്ക് സോ ലോങ് മൈ ബ്യൂട്ടിഫുൾ ഗിയോ. മുട്ടാടി ഇടാടേ ഏട്ടേ മുട്ടാടിയാണേ. എങ്ങനെയാണ് മുട്ടാടി 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 ഇടാടേ മുട്ടാടിയാണ് മുട്ടാടിയാണ്. ആരാ ചോദിച്ചേ? അവരോട് ഹലോ പറഞ്ഞ. ഹലോ ഹലോ പറഞ്ഞ അവരോട്. ഹലോ പറഞ്ഞ. എയ്റാന്ന് വിളിച്ചേ. എന്നിട്ട് ഒരു ഇന്നലെ തൊട്ടിട്ടാണ് ഭയങ്കര വിളി തുടങ്ങിയല്ലേ. എയ്റോ വിളിച്ചേ. ഓ വിളി കേട്ടു. വിളിച്ചേടാ മോനെ. എയ്റാന്ന് വിളിച്ചേ. എയ്റാന്ന് വിളിച്ചേ. ഔ എയ്റോ വന്നു. എന്തേ നിന്റെ തന്ത അടുത്താള്. നിന്റെ താത്തയുടെ നിന്റെ താത്ത. എയ്റാ എയ്റാന്ന് വിളിച്ചേ. എച്ചമേ എയ്റാ വിളിച്ചേ. എയ്റാന്ന് വിളിച്ചേ. വിളിച്ചടാ. ഞങ്ങൾക്കൊരു കുരങ്ങൻ്റെ കുട്ടീൻ്റെ ഇവിടെ. അതെ ഒരു ഇന്ന് ഇവിടെ പനിയെല്ലാം പോയി ഇന്ന് കുരങ്ങൻ്റെ കുട്ടീരെ. അല്ല അച്ഛമേ ഡാഡ പോട്ടെ. ഡാഡ ചേച്ചിനെ കൊണ്ട് ജിംനാസ്റ്റിക്സിന് പോട്ടെ. ഓ ഓ ഓ ഗോ. ഓ സ്പൂൺ എടുത്തിട്ട് കാലിൻ്റെ മുട്ടിൽ ഇങ്ങനെ അടിക്കേ. ഭാഗ്യ സെൻറ്ററിൽ അടിക്കാത്തത്. മണി അടിക്കും ഇവിടെ. പ്രിങ്ങുക. മൂക്കട്ട കോരി മൂക്കിന്ന് കോരിയിട്ട് തിന്നെ. നൈസായിട്ടുണ്ട്. ഇക്ക് വേണ്ട നീ എന്നെ തിന്നാ. ഹായ് ഇന്നാത്രേ. ഓ ഓ മേടം ഇരുന്നു. ഓ വയ്യ ഞാൻ ഇരിക്കണ അതേപോലെ ഇരിക്കും. എൻ്റെ സാരം അതറിയത് ആണെങ്കിലും ചിലപ്പോൾ ഒരു മുട്ട് തന്നെ മുട്ട്. ഉമ്മ തന്നെ. ഉമ്മ തന്നെ അടച്ചു അടച്ചൊരു ഉമ്മാണേ. ഉമ്മാണേ മുട്ടണേ. അയ്യോ ചമ്മ അവിടെ പോട്ടെന്ന്. പോട്ടെ ചേച്ചിനെ കൊണ്ട് പോട്ടെ. ചേച്ചി അയ്യോ റെഡി? ജിംനാസ്റ്റിക്സ് റെഡി? ഇപ്പം എങ്ങനെയുണ്ട്? ഇത് തന്നെയാണ് പറയാ. കളിച്ച് അമ്മ കോണമെന്ന് നനച്ചു വന്ന് ആ വള ഇടയിൽ കയ്യടയിൽ വിട്ടു. നല്ല ഡാൻസ് ഇർമ. നല്ല തണുപ്പ് ഉണ്ട് പുറത്ത് വെളിച്ചമുണ്ട് എന്താ ഇറങ്ങണില്ലേ? ഇല്ലടാ. പുറത്ത് വെളിച്ചമുണ്ട് ഇത്തവണ ഓണത്തിന്റെ ഡാൻസ് ആട്ടാ. പുറത്ത് വെളിച്ചമുണ്ട്. ആയ് കാലാങ്കോഴി വന്നു. ഞങ്ങൾ ഒരുമിച്ച് പോടെ കൊണ്ട് എൻ്റെ ഒരു വീഡിയോ എടുത്തേ. ഞങ്ങൾ ഡാൻസ് ഞങ്ങളെല്ലാവരും പോവാ. വാ. പുറത്ത് വെളിച്ചമുണ്ട് തണുപ്പ് ഉണ്ട്. നമ്മുടെ ഇത്തവണത്തെ ഓണത്തിന്റെ സ്പെഷ്യൽ ഡാൻസ് ഉണ്ട് കൈസ്. പുറത്ത് വെളിച്ചമുണ്ട്. ഞങ്ങളുടെ അച്ഛമ്മൂന്റെ സ്റ്റെപ്പ്. കൈ രണ്ടും. ഹലോ ഇങ്ങോട്ട് പോയേ. അവിടെ നിന്നിട്ട് ആൾക്കാരുടെ ചീത്ത എൽ സ്റ്റേഷൻ പട്ടിയാ. ഗേറ്റിന്റെ അവിടെ നിന്നിട്ട് കുറയ്ക്കുള്ളൂ. അങ്ങോട്ട് വാതിൽ തുറന്ന ഇന്ന് നമുക്ക് ഇവരുടെ ഡിന്നർ അരിപ്പൊടിയും 3 കോഴിമുട്ടയുടെ മഞ്ഞയും പിന്നെ കുറച്ച് പാലും പഞ്ചസാരയും ചേർത്തിട്ടുള്ള എഗ് കസ്റ്റർഡ് ആണ് കേട്ടോ. ഓക്കെ. ഉച്ചയ്ക്ക് അവർ കാര്യമായിട്ടുള്ള ഫീഡ് എടുത്തിട്ടില്ല. അപ്പോൾ കുറച്ച് ഹെവി അങ്ങോട്ട് കയറട്ടെ എന്ന് വിചാരിച്ചു. ഇപ്പോൾ വെസ്പിൻ്റെ വിളി ഉണ്ട്. എന്താ വെസ്പിൻ്റെ വിളി ഉണ്ടാ? അപ്പം അസുഖമൊക്കെ മാറിയില്ല. 100% ഇല്ലെങ്കിൽ വേണ്ട കുറവുണ്ടല്ലോ. അതന്നെ സമാധാനം. ദാറ്റ്സ് എ ഗുഡ് സൈൻ. ചൂട് നോക്കി. മുകളിൽ ഭയങ്കര ചൂടില്ലേ പാത്രത്തിൻ്റെ ഉണ്ടോ? നീ ഒന്ന് കൊടുത്തൊക്കെ നീ ടേസ്റ്റ് ചെയ്ത് നോക്കിയേ. ഇല്ലല്ലോ. ഉണ്ടോ? കൊടുത്തൊക്കെ അവർക്ക്. എർമ ഹാവ് എ ടേസ്റ്റ്. ദേ ഊതിലൊക്കെ ഉണ്ട് പിന്നത്തിൽ. എന്നാ ദേ പൊടിക്കാറാ വായ ഓർക്കണം. നൈസാണാ?
യമ്മി യമ്മി ആണാ ആ ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ട്രൈ എന്നാലും വാനില ഇല്ലേ പക്ഷേ How is that one? Yum. എന്നാ പുറത്തു നോട്ടോ ടാട പോയിട്ട് ഹോസ് ബുക്ക് റെഡി ആക്കട്ടെ ഞങ്ങൾക്കും കഴിക്കണമല്ലോ അപ്പം ആ സമയത്ത് വരില്ലേ വരും എന്തെങ്കിലും അറ്റൻഷൻ ഊത ഓ കണ്ണ് പോയ പോക്ക് സീമ പോലും ഇത്ര ഭംഗിയില്ല അഭിനയിക്കില്ല ഓ മൊത്ത ശരീരത്തിലെ കാറ്റ് ഊതിയിട്ട് കളയണ്ട അത്രയും കാറ്റ് കൂടി പോയി കഴിഞ്ഞ് കഴിഞ്ഞാലേ നമുക്ക് രാവിലെ 2 വളിയും കൂടെ വിടാനുള്ളതാ ഇപ്പം മൊത്തം കളഞ്ഞു കഴിഞ്ഞാൽ അതിനുണ്ട് ബാക്കി ഉണ്ടാവില്ല കേട്ടാ പിന്നെ മടി കണ്ടു അതപ്പോൾ വരുന്നേ ഇതേ ഉയരമുള്ള തുടയമ്മരിക്കാന്ന് വിചാരിച്ചിട്ടാ അപ്പം ഞാൻ എന്തൊരു ചെയ്യാൻ പോയിട്ട് ഇവിടെ ഇരുന്നിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ ഊതിയ ഊതിയ അമ്മ പറന്നു പോണോ ഊതുമ്പോൾ ഓ അയ്യൻ്റെ പൊന്നേ പിടിച്ച് പിടിച്ച് മീശ ഒരെണ്ണം വന്നു ഹിറ്റ്ലറായിട്ടുണ്ട് ഐ അത് നീ പറഞ്ഞത് ഊതി പഠിപ്പിച്ചിട്ടാ അത് പിന്നെ ഇത് കണ്ട ഊതി കളിക്കണത് ഇന്ന് വേറെ ഫുഡൊന്നും ഇല്ല കേട്ടാ തുപ്തൊന്നും കുഴപ്പമില്ല തുപ്പിയാലത്തെ കാര്യം അത് തുപ്തു ഞാൻ തട്ടിയിട്ടതല്ല ഞാൻ ബ്ലോക്ക് ചെയ്തതാണ് അതെ അടുത്ത ആള് അവിടെ അടുത്ത് തട്ടിയിട്ട് എക്സ്പ്ലോർ ചെയ്യാത്രേ വീട് നശിപ്പിച്ചിട്ടാണ് എക്സ്പ്ലോർ ഞങ്ങളെന്നെയൊക്കെ കാട്ടിൽ കൊണ്ടുവരണം അവിടെ നമ്മൾ വലുതായതേ അപ്പോൾ വയറ്റ് പോലത്തെ ഒന്നും ഇല്ല ഭക്ഷണവും ഇല്ലല്ലോ ഇത് കസ്റ്റേർഡ് അതിന് കൊടുക്കണ്ടേ അത് കുറച്ചേരം ആടി നിൽക്കട്ടെ ഞാൻ അവിടെ നിന്ന് എനിക്ക് പോവാം നീ അവിടെ നിന്ന് കഴിച്ചാൽ മതി ഒരു 80% പടച്ചൻ്റെ അപ്പോൾ ഒരു 3 മുട്ടയുടെ 2 മുട്ട പോയിട്ടുണ്ട് ദാറ്റ്സ് ഗുഡ് ഇതൊക്കെ നമ്മുടെ ഒസബൊക്കെ ഞാൻ റെഡിയാക്കി സെറ്റാക്കി കുറച്ച് റൈസിൻ്റെ കൂട്ടത്തിൽ സെറ്റപ്പാക്കി വെച്ചിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നമുക്കത് കഴിച്ചിട്ട് വേഗം അവസാനിപ്പിക്കാം വേറെ ഒന്നുമല്ല നാളെ ഞാൻ ഇത് വേറൊരു ബാച്ച് നിങ്ങൾക്ക് കൃത്യമായിട്ട് കാണിച്ചു തരാം കേട്ടോ ഇന്നത് എയറ വൈകുന്നേരം ആകുമ്പോഴേക്കും നിങ്ങൾക്ക് അറിയാലോ കുട്ടികൾ വൈകുന്നേരം ആകുമ്പോൾ ചെറുതായിട്ട് ബോഡി ടെമ്പറേച്ചർ ഡ്രോപ്പ് ആവും അതുകൊണ്ട് തന്നെ മൂക്കടപ്പ് കൂടി എസ്മയ്ക്ക് വലിയ കുഴപ്പമില്ല സോ വി പ്ലാനിങ് ടു ഗോ ഒരാൾ കൈ പിടിച്ച് നടക്കണം ഗോൾഡ് അത് കാരണം ഭക്ഷണം കഴിക്കുന്നില്ല എന്ന് തീരുമാനിച്ചു സോ വി ജസ്റ്റ് ഡു അ ലിറ്റിൽ ബിറ്റ് ഓഫ് വൈൻഡ് അപ്പ് ദെൻ വി ടേൺ ഫോർ ദ ഡേ